ഹായ് ഫ്രണ്ട്സ്, കേരള PSC അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്നീ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് വേണ്ടിയുള്ള കമ്പനി ലോയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനി ലോയുടെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് MCQ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മുൻ വർഷങ്ങളിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഡോക്ടറിംഗ് പ്രൊട്ടക്ട്സ് ദി കമ്പനി അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ഹു ഇഗ്നോർ കമ്പനി ഡോക്യുമെൻ്റ്? താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് ഡോക്ടറിംഗ് ആണ് കമ്പനിക്ക് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുക? കമ്പനിയുടെ ഡോക്യുമെൻ്റ് ഇഗ്നോർ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഡോക്ടറിംഗ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഇൻഡോർ മാനേജ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി അൾട്രാവയർസ് ആണ്. ഓപ്ഷൻ സി കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണ്. ഓപ്ഷൻ ഡി എക്സ്തോപ്പലാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ടറിംഗ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണെന്ത്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ഹു ഇഗ്നോർ കമ്പനി ഡോക്യുമെന്റ്. Move to the next question. Question number 2. XY Limited is a listed company. The total number of directors in the company is 12. XY Limited എന്നത് ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ ടോട്ടൽ 12 ഡയറക്ടേഴ്സ് ആണുള്ളത്. ഔട്ട് ഓഫ് ദിസ് 12 ഡയറക്ടേഴ്സ് ഹൗ മെനി ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ്? ഈ 12ൽ എത്ര ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിന് ആവശ്യമുണ്ടെന്നാണ് ചോദ്യം. കമ്പനി ആക്ട് 2013 സെക്ഷൻ 149 പ്രകാരം ലിസ്റ്റഡ് കമ്പനിയിൽ 1/3 ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ലിസ്റ്റഡ് കമ്പനിയിൽ 1/3 ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൽ XY ലിമിറ്റഡിൽ 12 ഡയറക്ടേഴ്സ് ആണുള്ളത്. ഈ 12ൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 4 ആണ് ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 ആണ് ഇൻഡിപെൻഡൻ്റ് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. The doctoring which prevent outsiders from knowing internal procedures of a company. താഴെയുള്ള ഡോക്ടറിങ്ങിൽ ഏത് ഡോക്ടറിംഗ് ആണ് പ്രിവെൻറ്റ് ഔട്ട്സൈഡേഴ്സിന് പ്രിവെൻറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? ഇൻറ്റേർണൽ പ്രൊസീജിയറിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഡോക്ടറിംഗ് ഓഫ് അൾട്രാ വൈറസ്. ഓപ്ഷൻ ബി ഡോക്ടറിംഗ് ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഓപ്ഷൻ സി ഡോക്ടറിംഗ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഓപ്ഷൻ ഡി ഡോക്ടറിംഗ് ഓഫ് എക്സ്റ്റോപ്പിൽ. ഇതിൽ ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഔട്ട്സൈഡേഴ്സിന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഡോക്ടറിംഗ് തന്നെയാണ്. പക്ഷേ എന്താണ്? ഇഗ്നോർ ഡോക്യുമെൻ്റ് ആണ്. ആരെങ്കിലും ഡോക്യുമെൻ്റ് ഇഗ്നോർ ചെയ്താലാണ് എന്ത് ചെയ്യുക? കൺസ്ട്രക്റ്റീവ് നോട്ടീസ് വരിക. ഇവിടെ ആൻസർ ഏതാണ്? ഡോക്ടറിംഗ് ഓഫ് ഇൻഡോർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ പ്രൊസീജിയറിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏതാണ്? ഡോക്ടറിംഗ് ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഡോക്യുമെൻ്റ് ഡിഫൈൻ ദി സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി? താഴെ പറയുന്ന ഡോക്യുമെൻറ്റിൽ ഏതാണ് കമ്പനിയുടെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് കാണിക്കുന്ന ഡോക്യുമെൻ്റ്? ഓപ്ഷൻ എ വരുന്നത് പ്രോസ്പെക്ടസ് ആണ്. ഓപ്ഷൻ ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. ഓപ്ഷൻ സി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഓപ്ഷൻ ഡി ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഒരു കമ്പനിയുടെ സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റി ഏതാണ്? മെമ്മോറാണ്ടം ആണ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഡോക്ടറിംഗ് ഓഫ് അൾട്രാ വൈറസ് മീൻസ്. ഡോക്ടറിംഗ് ഓഫ് അൾട്രാ വൈറസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ വരുന്നത് ആക്ട് വിത്തിൻ അതോറിറ്റി.
ഓപ്ഷൻ ബി ആക്ട് ബിയോണ്ട് അതോറിറ്റി. ഓപ്ഷൻ സി ആക്ട്സ് approved by shareholders. Option D acts approved by directors. ഡോക്ടറിങ് ഓഫ് അൾട്രാ വയർസ് പറഞ്ഞാൽ ആക്ട്സ് ബിയോണ്ട് ദി അതോറിറ്റി ആണ്. അതോറിറ്റിക്ക് അപ്പുറത്ത് എന്നുള്ള ആൻസർ ആണ്. ഒരു അതോറിറ്റിക്ക് അപ്പുറം കിടക്കലാണെന്ന്, ബിയോണ്ട് ദി അതോറിറ്റി ആണത് ഡോക്ടറിങ് ഓഫ് അൾട്രാ വയർസ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി വിത്തൗട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഒരു കമ്പനിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാകാതെ എത്രയാണ് മാക്സിമം ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 15 ആണ്. ഒരു കമ്പനിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ 50 കൂടുതലും ഡയറക്ടേഴ്സിനെ എന്ത് ചെയ്യുക, അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. വിത്തൗട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ എത്രയാണ്? 15 ആണ് മാക്സിമം ഡയറക്ടേഴ്സ്. Move to the next question. Question number 7. The certificate of incorporation is issued by. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓപ്ഷൻ എ വരുന്നത് സെബി. ഓപ്ഷൻ സി രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ഓപ്ഷൻ സി കമ്പനി ലോ ബോർഡ്. ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്. സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വളരെ സിമ്പിൾ ചോദ്യമാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനി, ഒരു കമ്പനീൻ്റെ രജിസ്ട്രാണ് എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. എ പേഴ്സൺ cannot be appointed as a alternative directors for. താഴെ നൽകിയുള്ളതിൽ ആൾട്ടർനേറ്റീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്തത് ആരെയാണെന്നാണ്. ഓപ്ഷൻ എ വുമൺ ഡയറക്ടർ. ഓപ്ഷൻ ബി പ്രൊമോട്ടർ ഡയറക്ടർ. ഓപ്ഷൻ സി ഹോൾ ടൈം ഡയറക്ടർ. ഓപ്ഷൻ ഡി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഇതിൽ ആൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റാത്തത് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. ഈ ഒരു ചോദ്യമൊക്കെ മുൻ വർഷങ്ങളിൽ PSC വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണത് cannot be appointed as a alternative director. Move to the next question. Question number 9. The first directors of a company are usually named in. താഴെ നൽകിയുള്ള ഏത് ഡോക്യുമെന്റ് ആണ് കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടറുടെ പേര് കാണിക്കുക? ഓപ്ഷൻ എ പ്രോസ്പെക്ടസ്. ഓപ്ഷൻ ബി മെമ്മോറാണ്ടം. ഓപ്ഷൻ സി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഓപ്ഷൻ ഡി ഷെയർ സർട്ടിഫിക്കറ്റ്. ഇതിൽ ഫസ്റ്റ് ഡയറക്ടറുടെ പേര് കാണിക്കുക ആർട്ടിക്കിൾസിലാണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് എന്ത് കാണിക്കുക, ഫസ്റ്റ് ഡയറക്ടേഴ്സിന്റെ നെയിം കാണിക്കുക. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ദ കൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി കേസ്. താഴെ നൽകിയുള്ള കേസുകളിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാഹചര്യമായിട്ടുള്ള കേസ് ഏതാണെന്ന ചോദ്യം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സലോമൻ വി സലോമൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുമായിട്ടാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സലോമൻ വി സലോമൻ കമ്പനി. മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. Every director shall the first meeting of board in which he participated as a director disclose. ഓരോ ഡയറക്ടേഴ്സും അവരുടെ ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ സമയത്ത് വെളിപ്പെടുത്തേണ്ട കാര്യം എന്താണെന്നാണ് താഴെ നൽകിയുള്ളതിൽ ഏതാണെന്നാണ്. അതിൽ ഓപ്ഷൻ എ വരുന്നത് കൺസേൺ ഓർ ഇൻട്രസ്റ്റ് ഇൻ കമ്പനി. ഓപ്ഷൻ ബി ഹിസ് director's identification number. Option C his permanent account number. Option D his bank account details for credit for sitting fees. ഇതിൻ്റെ ആൻസർ വരുന്നത് ഹിസ് കൺസേൺ ഓർ ഇൻട്രസ്റ്റ് ഇൻ ദി കമ്പനി. ഒരു കമ്പനിയുടെ താല്പര്യം, ഈ കമ്പനിയിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യം എന്ത് ചെയ്യണം, അയാൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതായത് അദ്ദേഹം പറയണം ഞാൻ ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതാണെന്ത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ അദ്ദേഹം
എന്ത് ചെയ്യുന്നത്, ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ. താഴെ നൽകിയ കേസുകളിൽ ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല കേസ് ഏതാണെന്നാണ് ചോദ്യം. ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ബിയോണ്ട് ദി പവർ ഓർ അതോറിറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് ആഷ്ബറി റെയിൽവേ കേസാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് ആഷ്ബറി റെയിൽവേ കേസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ ഈ സാൽമൺ കേസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാൽമൺ കേസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കേസാണ്. Move to the next question. Question number 13. The registered office of a company must be established within. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അതിന് രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിച്ചിരിക്കണം? 50 days ഓഫ് ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ ബി 30 days ഓഫ് ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ സി 45 days ഓഫ് ഇൻകോർപ്പറേഷൻ, ഓപ്ഷൻ ഡി 60 days ഓഫ് ഇൻകോർപ്പറേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 days ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റേർഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. മാച്ച് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. എ വരുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറണ്ടം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ചാർട്ടറാണ്. അപ്പോൾ എക്ക് 3. ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇൻറ്റേർണൽ റൂൾ ഓഫ് എ കമ്പനിയാണ്. ഒരു കമ്പനിൻ്റെ ഇൻറ്റേർണൽ റൂളാണ് എന്ത് വരുന്നത്, ആർട്ടിക്കിൾസിൽ വരുന്നത്. പ്രോസ്പെക്ടസ്, ഇൻവിറ്റേഷൻ ടു പബ്ലിക് ആണ്. ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർസ് ആണെന്ത് പ്രോസ്പെക്ടസ്. സിക്ക് 2 ആണ്. ദെൻ ഡി ഷെയർ സർട്ടിഫിക്കറ്റ്, എവിഡൻസ് ഓഫ് ഷെയർ ഓണർഷിപ്പ് ആണ്. ഷെയർ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ഷെയർ ഓണർഷിപ്പിൻ്റെ എവിഡൻസ് ആണ്. ഇവിടെ എക്ക് 3, ദെൻ ബിക്ക് 1, സിക്ക് 2, ഡിക്ക് 4. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് എയിൽ വരുന്നത് കുറച്ച് ഡോക്ടറിങ്സും ലിസ്റ്റ് ബിയിൽ വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. എ ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡോക്ടറിങ് ഓഫ് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ആക്ട് ബിയോണ്ട് ദി പവർ ആണ്. എക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ആൻസർ ഇതാണ് അല്ലേ, ആക്ട് ബിയോണ്ട് ദി പവർ ആണ്. ദെൻ ബി ഡോക്ടറിങ് ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്, പ്രൊട്ടക്റ്റ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഒരു കമ്പനിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണെന്ത് ഇൻഡോർ മാനേജ്മെൻറ്റ്. ദെൻ ഡോക്ടറിങ് ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, പബ്ലിക് ഡോക്യുമെൻ്റ് ഡീംഡ് ടു ബി നോൺ ആണ്. അപ്പോൾ സിക്ക് ഏറ്റവും അനുയോജ്യമായത് 3 ആണ്. ദെൻ റൂൾ ഇൻ ഫോഴ്സ് ഹാർബിൾട്ടിൽ, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കമ്പനി ഇറ്റ് സെൽഫ് മസ്റ്റ് സ്യൂ എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് എക്ക് 2, ബിക്ക് 1, സിക്ക് 3, ഡിക്ക് 4. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി? താഴെ നൽകിയ സെക്ഷനിൽ കമ്പനി ഇൻകോർപ്പറേഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് സെക്ഷൻ 7, ഓപ്ഷൻ ബി സെക്ഷൻ 8, ഓപ്ഷൻ സി സെക്ഷൻ 9, ഓപ്ഷൻ ഡി സെക്ഷൻ 10. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി സെക്ഷൻ 7 ആണ്. കമ്പനി ഇൻകോർപ്പറേഷന് കമ്പനി ആക്ടിലെ സെക്ഷൻ 7 പ്രകാരമാണ്. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ആനുവൽ റിട്ടേൺ. താഴെ നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് ആനുവൽ റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ആനുവൽ റിട്ടേൺ കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. കറക്റ്റാണ്. ആനുവൽ റിട്ടേണിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് വിത്ത് ദി രജിസ്റ്റർ
ഓഫ് കമ്പനീസ്. ഇത് ഫയൽ ചെയ്യുക കമ്പനി രജിസ്ട്രാറാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് കണ്ടെയ്ൻസ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഇതിലുണ്ടായിരിക്കും. ആനുവൽ റിട്ടേൺ എന്തുണ്ടായിരിക്കില്ല, കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നാലാം സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി ഫയൽഡ് ആഫ്റ്റർ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുക ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ശേഷമാണ്. ഇതും കറക്റ്റാണ്. അവിടെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 4 ആണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. Move to the next question. Question number 18. The minimum number of members and the directors of a public company. ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര മെമ്പേഴ്സ് ആണ്, അതുപോലെ തന്നെ എത്ര ഡയറക്ടേഴ്സ് ആണ് ആവശ്യം? ഓപ്ഷൻ എ വരുന്നത് 7 മെമ്പേഴ്സ് ആൻഡ് 7 ഡയറക്ടേഴ്സ്. ഓപ്ഷൻ ബി 7 മെമ്പേഴ്സ് ആൻഡ് 3 ഡയറക്ടേഴ്സ്. ഓപ്ഷൻ സി 3 members and 7 directors. ഓപ്ഷൻ ഡി 3 members and 3 directors. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു പബ്ലിക് കമ്പനിയിൽ 7 മെമ്പേഴ്സും അതുപോലെ തന്നെ 3 ഡയറക്ടേഴ്സുമാണ് മിനിമം ആവശ്യം. ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം 7 മെമ്പേഴ്സ് വേണം, അതുപോലെ തന്നെ 3 ഡയറക്ടേഴ്സും വേണം. Move to the next question. Question number 19. മാച്ച് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനാണ്. ലിസ്റ്റ് 1 എ ആൾട്ടർനേറ്റീവ് ഡയറക്ടർ. ആൾട്ടർനേറ്റീവ് ഡയറക്ടറെ ഏതുമായിട്ടാണ് അപ്പോയിൻറ്റഡ് വെൻ ഒറിജിനൽ ഡയറക്ടർ ആബ്സെൻറ്റ്. ഒറിജിനൽ ഡയറക്ടർ ഇല്ലാത്ത സമയത്താണ് ആര് അപ്പോയിൻറ്റ് ചെയ്യുക? ആൾട്ടർനേറ്റീവ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക. ബി നോമിനി ഡയറക്ടർ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനമാണ് ചെയ്യുക നോമിനൽ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ബിക്ക് ഏറ്റവും അനുയോജ്യം 1. ഡി അഡീഷണൽ ഡയറക്ടർ. ബോർഡാണ് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റഡ് ബൈ ദി ബോർഡാണിത് അഡീഷണൽ ഡയറക്ടർ. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എൻഷുർ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു സ്ഥാപനത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്ക് 2, ബിക്ക് 1, സിക്ക് 3, ഡിക്ക് 4. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. Move to the next question. Question number 20. Winding up of a company by tribunal is handled by. കമ്പനി വൈൻഡിങ് അപ്പ് ട്രിബ്യൂണൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതായത് വൈൻഡിങ് അപ്പിൻ്റെ മോഡ്സ് പഠിക്കാറുണ്ട്. ആ വൈൻഡിങ് അപ്പിൻ്റെ മോഡ്സിൽ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ഉണ്ട്. അത് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വരുന്നത് ഹൈക്കോർട്ട്. ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓഫ് എ കമ്പനി. ഓപ്ഷൻ സി നാഷണൽ കമ്പനി ട്രിബ്യൂണൽ. ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ഹാൻഡിൽഡ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ് എന്ത് ഹാൻഡിൽ ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ഹാൻഡിൽ ചെയ്യുന്നത് NCLT ആണ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലാണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. Annual return must be filed within how many days of annual general body meeting? ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിലാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? ഇതിൻ്റെ ആൻസർ വന്നത് ഓപ്ഷൻ സി ആണ്, 60 days ആണ്. അപ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആനുവൽ റിട്ടേൺ സമർപ്പിക്കണം. Move to the next question. Question number 22. Which committee is responsible for reviewing financial statement and audit report? ഏത് കമ്മിറ്റിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുകയും അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വരുന്നത് CSR കമ്മിറ്റി. ഓപ്ഷൻ ബി ഓഡിറ്റ് കമ്മിറ്റി. ഓപ്ഷൻ സി നോമിനേഷൻ കമ്മിറ്റി. ഓപ്ഷൻ ഡി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റി.
ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓഡിറ്റ് കമ്മിറ്റി ആണ് റെസ്പോൺസിബിൾ. അതായത് ഓഡിറ്റ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ റിവ്യൂവിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യാനും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയാണെന്ത്? ഓഡിറ്റ് കമ്മിറ്റി. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. അറേഞ്ച് ദി ഫോളോവിങ് ഇവൻറ്റ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. താഴെ നൽകിയുള്ളത് വൈൻഡിങ് അപ്പിൻ്റെ മായി ബന്ധപ്പെട്ട പ്രൊസീജിയറാണ്. അത് അറേഞ്ച് ചെയ്യാനാണ്, സീക്വൻസ് അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടത്. ഈ തന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഫസ്റ്റ് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസറ്റ് റിയലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാബിലിറ്റീസ് സെറ്റിൽ ചെയ്യുന്നു. ഫൈനലി ഡിസൊല്യൂഷൻ. അപ്പോൾ ഇവിടെ വരുന്നത് 2, 4, 3, 1 വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. മാച്ച് ദി ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 മാച്ച് ചെയ്യുക. കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഓഡിറ്റ് കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് റിവ്യൂ ആണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യം 1 തന്നെയാണ്. CSR കമ്മിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി ആണ്. CSR എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ കമ്മിറ്റി എന്തിനാണ്? ഇതിൻ്റെ പോളിസി ഡെവലപ്പ് ചെയ്യാനാണ്. നോമിനേഷൻ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ആൻഡ് റെമ്യൂണേഷൻ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റെമ്യൂണേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണിത്, നോമിനേഷൻ കമ്മിറ്റി. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റി പ്രൊട്ടക്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണിത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റി. ഇത് കറക്റ്റ് ഓർഡറാണ് അല്ലേ? എക്ക് 1, ബിക്ക് 2, സിക്ക് 3, ഡിക്ക് 4. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. Assertion: a company may be wound up by tribunal. It is unable to pay debt. ഒരു കമ്പനിക്ക് ഡെപ്റ്റ് കൊടുക്കാൻ കഴിയാതെ വന്നാൽ ആ കമ്പനി എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ്, പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അസേർഷൻ കറക്റ്റാണ്. ഇൻസോൾവൻസി ഓഫ് എ കമ്പനി ഈസ് വാലിഡ് ഗ്രൗണ്ട് ഫോർ വൈൻഡിങ് അപ്പ്. ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട്, വൈൻഡിങ് അപ്പിൻ്റെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഗ്രൗണ്ടാണിത് ഇൻസോൾവൻസി. നമ്മൾ പാപ്പരാകുക, ഡെപ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാകുക. അപ്പോൾ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണിത് റീസൺ. ഇവിടെ ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു 25 MC ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. കമ്പനി ലോവുമായി ബന്ധപ്പെട്ട 25 MC ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക് യു.